മോദി ഗ്യാരണ്ടിയിൽ ആകൃഷ്ടരായി കേരളത്തിലും നേതാക്കൾ കൂട്ടത്തോടെ ബി.ജെ.പി. പാളയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരള സ്പോർട്സ് കൗൺസിൽ മുൻ അധ്യക്ഷയും കോൺഗ്രസ് നേതാവുമായ പത്മിനി തോമസ് ബി.ജെ.പിയിൽ എത്തിയിരിക്കുന്നു. രാവിലെ ബി.ജെ.പി. ആസ്ഥാനത്ത് നടന്ന പരിപാടിയിലായിരുന്നു പത്മിനിയുടെ ബി.ജെ.പി. പ്രവേശനം. വർഷങ്ങളായി കോൺഗ്രസിന്റെ വനിതാമുഖമാണ് പത്മിനി തോമസ്. ഈ ബന്ധമാണ് ഇന്നത്തോടെ അവസാനിച്ചിരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വത്തിന്റെ അവഗണനയെ തുടർന്നാണ് പത്മിനി ബി.ജെ.പിയിൽ എത്തിയതെന്നാണ് സൂചന. അടുത്തിടെ കോൺഗ്രസിന്റെ പ്രമുഖ വനിതാ നേതാവും മുൻ മന്ത്രി കെ കരുണാകരന്റെ മകളുമായ പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിൽ ചേർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് പത്മിനിയും കോൺഗ്രസ് വിട്ടിരിക്കുന്നത്. സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റായ പത്മിനി തോമസിന് കെ കരുണാകരൻ, ഉമ്മൻചാണ്ടി അടക്കമുള്ള കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാരുമായി അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. KPCCയുടെ കായികവേദിയുടെ സംസ്ഥാന പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭയിൽ കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥിയായി പത്മിനിയെ പരിഗണിച്ചെങ്കിലും പിന്നീട് സീറ്റ് നിഷേധിക്കുകയായിരുന്നു. 1982 ഏഷ്യൻ ഗെയിംസിൽ 400 മീറ്ററിൽ വെങ്കലവും 4x400 മീറ്റർ റിലേയിൽ വെള്ളിയും നേടി. NIS ഡിപ്ലോമ നേടി റെയിൽവേ ടീമിന്റെ പരിശീലക കുപ്പായത്തിലും പത്മിനി തിളങ്ങി. അർജുന അവാർഡും GV രാജ അവാർഡും ലഭിച്ചിട്ടുണ്ട്. കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായിരിക്കെ 2015 ദേശീയ ഗെയിംസ് കേരളത്തിൽ സംഘടിപ്പിക്കാനും പത്മിനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പത്മിനിക്ക് പുറമെ മറ്റു ചില കോൺഗ്രസ് നേതാക്കളും ബി.ജെ.പിയിൽ ചേരുമെന്നാണ് സൂചന. തിരുവനന്തപുരത്തെ കർഷക കോൺഗ്രസിന്റെ പ്രമുഖ നേതാവും വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ ചില കോൺഗ്രസ് നേതാക്കളുമാണ് ബി.ജെ.പിയിലേക്ക് ചേക്കേറുന്നതായി വിവരം. എന്തായാലും തിരഞ്ഞെടുപ്പ് അടുത്തതും കോൺഗ്രസിന് പ്രശ്നങ്ങളാണ്. ഇപ്പോൾ തന്നെ 1-2 നേതാക്കളല്ല പാർട്ടി വിട്ട് ബി.ജെ.പിയിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇതോടെ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ത്രിശങ്കുവിലാണ്. ഇനിയും ആരൊക്കെ ബി.ജെ.പി. പാളയത്തിലേക്ക് എത്തുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.